നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊരു മെഡിക്കൽ ലീഗൽ കേസാണ്. മഹി പറയുന്നതനുസരിച്ച് വേണം പോലീസിനെ അറിയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. ഇതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? ഈ ഗംഗ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം മഹി. അതെ, ഇതിലിനി കാര്യമായിട്ട് തെളിയാനൊന്നുമില്ലല്ലോ. ഗംഗ തന്നെ ഉണ്ടാക്കിയ ജ്യൂസല്ലേ ആന്റി കുടിച്ചത്? ആ ജ്യൂസില് ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇത് മറ്റെന്തോ സംഭവിച്ചതാ. ഞാൻ എന്തിനാ മഹിയേട്ടന്റെ അമ്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതല്ലേ ഞാനിവിടെ ജീവിക്കുന്നത്. നീ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലെന്ന് നീ മാത്രമല്ലേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരാരും പറയുന്നില്ലല്ലോ. മഹി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. അല്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഡിറ്റോക്സിഫിക്കേഷൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞൊന്നും പറയാറായിട്ടില്ല. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ സ്വഭാവം മാറും. ഇത് ചെയ്തത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവനമ്മയോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത്. ചിലർക്ക് പണ്ടുള്ളവര് പറയും പോലെ പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി എന്ന് പറയുന്ന അവസ്ഥയാ. സ്വന്തം മക്കളെക്കാൾ വളർത്തുമകനെ സ്നേഹിച്ചു വളർത്തിയ ഒരു അമ്മയാ മരണത്തോട് മല്ലിട്ട് അകത്ത് കിടക്കുന്നെ. അപ്പോഴും അവൻ അവന്റെ ഭാര്യ പറയുന്നതാ വേദവാക്യം. ഗംഗേ, ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇനി നീ ഇവിടെ നിൽക്കരുത്. എനിക്കിതിൽ കൂടുതൽ മര്യാദയുടെ ഭാഷയിൽ പറയാനോ പെരുമാറാനോ അറിയില്ല. എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും മുമ്പ് എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. ഞാനൊന്നും നിന്നോട് പോവാനാ പറഞ്ഞത്. ഓ, അവള് കണ്ണീരൊലിപ്പിക്കാൻ തുടങ്ങി. ഈ കണ്ണീര് കാണിച്ചല്ലേടി നീ പലരെയും മയക്കി വെച്ചിരിക്കുന്നെ. മഹിയേട്ടന് സത്യമെല്ലാം മനസ്സിലായി. ഇനി നിന്റെ കണ്ണീരും അഭിനയവും ഒന്നും നടക്കില്ല. മഹിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. ഇനി നിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തള്ളി ഇറക്കി വിടണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.